കുമരകം തണ്ണീർമുക്കം ബണ്ടിന്റെ ചോർച്ച ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ പ്രതിഷേധവുമായി രംഗത്ത്. ഉപ്പുവെള്ളം കയറുന്നതിനെ തുടർന്ന് ഏക്കർ കണക്കിന് കൃഷിയാണ് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ നശിക്കുന്നത്. തണ്ണീർമുക്കം വെച്ചൂർ ഭാഗത്തെ പഴയ ബണ്ടിലെ ഇരുമ്പ് ഷട്ടറുകളും പുതിയ ബണ്ടിലെ 2 ഷട്ടറുകളും ഉൾപ്പെടെ 22 ഷട്ടറുകളാണ് തകരാറിലായത്. ഇതോടെ ഓരുവെള്ളം കയറി അപ്പർ കുട്ടനാട്ടിലെ ഏക്കർ കണക്കിന് കൃഷിയാണ് നഷ്ടമാകുന്നത്. പ്രളയത്തിന് ശേഷം ഏറെ പ്രയാസപ്പെട്ടാണ് കർഷകർ കൃഷി പുനരാരംഭിച്ചത്. എന്നാൽ ഓരുവെള്ളം കയറിയതോടെ വലിയ ആശങ്കയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഷട്ടറുകളുടെ തകരാറുകൾ എത്രയും വേഗം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷക പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഈ കുട്ടനാട് പാക്കേജിലെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഈ ഓഫീസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് അതിന്റെ കസ്റ്റോഡിയൻ. അദ്ദേഹം ഈ ഏറ്റവും ആധുനിക രൂപത്തിൽ ഈ കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായിട്ട് ഈ തണ്ണീർമുക്കം ബണ്ടും അതിന്റെ ഷട്ടറും നടപ്പാക്കിയിട്ടും 300 കോടി രൂപയോളം മുടക്കിയിട്ടുണ്ട്. നടപ്പാക്കിയിട്ടും ഇപ്പോഴും 24 ഷട്ടറിലൂടെ വെള്ളം കയറുകയാണ്. ബാക്കി എത്രയുണ്ടെന്നുള്ളത് വീണ്ടും ഇറങ്ങി പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കഴിഞ്ഞ പ്രളയത്തിൽ അപ്പർ കുട്ടനാട്ടിലെ എല്ലാ കർഷകരുടെയും കൃഷി നശിച്ചിരുന്നു. പലരും വായ്പയെടുത്തും മറ്റുമാണ് കൃഷി പുനരാരംഭിച്ചത്. 60 ദിവസം വരെ കൊയ്യാറായി നെല്ല് വിളഞ്ഞതോടെയാണ് ഓരുവെള്ളം കയറാൻ തുടങ്ങിയത്. മീഡിയ 1 കോട്ടയം.